ഉത്തമനായ ഭരണാധികാരി എന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ള എത്ര പേരെ ഈ ജീവിത കാലയളവിനുള്ളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്? വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ, അല്ലേ? ഭൂരിപക്ഷവും ജനപിന്തുണയോടെയോ അട്ടിമറിയിലൂടെയോ അധികാരത്തിലേറിയതിനു ശേഷം ജനജീവിതം ദുസ്സഹമാക്കുന്ന ഭരണാധികാരികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ എനിക്കും പറയാനുള്ളത് അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു തികഞ്ഞ വിപ്ലവകാരിയും രാഷ്ട്രീയ സൈദ്ധാന്തികനും ഒക്കെ ആയിരുന്ന ജനാധിപത്യം ഞാൻ നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ച് സൈനിക അട്ടിമറിയിലൂടെ ലിബിയയുടെ തലപ്പത്ത് അധികാരം സ്ഥാപിച്ച 2011 ലിബിയൻ വിമതസേനയാൽ വധിക്കപ്പെടുന്നതുവരെ ലിബിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി തുടർന്നിരുന്ന ലിബിയയെ ജമാഹിരിയ അല്ലെങ്കിൽ ജനങ്ങളുടെ രാഷ്ട്രം എന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുകയും അതേസമയം തനിക്കെതിരെയുള്ള ചലനങ്ങൾ സൈന്യത്തെ ഉപയോഗിച്ച് നിർദ്ദയം അടിച്ചമർത്തുകയും ചെയ്തിരുന്ന മുഅമ്മർ മുഹമ്മദ് അബു മിനിയർ അൽ ഗദ്ദാഫിയുടെ ജീവചരിത്രം അത് നാം അറിയേണ്ടത് തന്നെയാണ്. പടിഞ്ഞാറൻ ലിബിയയിലെ ട്രിപ്പോളിറ്റാനിയയിലെ ഖസർ അബു ഹാസിഖ് എന്ന ഗ്രാമത്തിൽ അറബ് പാരമ്പര്യമുള്ള ഹദദ്ഫ എന്ന ഗോത്രത്തിലാണ് ഗദ്ദാഫി ജനിക്കുന്നത്. ആട്ടിടയനായിരുന്ന മുഹമ്മദ് അബു മിനിയാരുടെയും ഐഷ ബിൻ നിരാന്റെയും മകനായി 1943 ഗദ്ദാഫി ജനിക്കുന്നു. നഗരജീവിതത്തെക്കാൾ മരുഭൂമിയെ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ. ഏകാന്ത ധ്യാനത്തിനും വിശ്രമത്തിനും പറ്റിയ ഏറ്റവും നല്ല ഇടം മരുഭൂമിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ യൂറോപ്യൻ കൊളോണിയൽ ശക്തിയുടെ സാമ്രാജ്യത്വത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കിയാണ് ഗദ്ദാഫി വളർന്നത്. താൻ ഉൾപ്പെടുന്ന രാജ്യവും ഇറ്റലി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന ആ സത്യം ചെറുപ്പം മുതലേ ഗദ്ദാഫിയെ വല്ലാതെ അലട്ടിയിരുന്നു. 1911 ഇറ്റാലിയൻ അധിനിവേശത്തിലാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശനായിരുന്ന അബ്ദസലാം സൗ മിനിയാർ കൊല്ലപ്പെടുന്നത്. ലിബിയയിൽ 1951 യുണൈറ്റഡ് കിങ്ഡം ഓഫ് ലിബിയ സ്ഥാപിതമായി. രാജാവായിട്ട് ഇദ്രിസ് സ്ഥാനമേറ്റു. എങ്കിലും അയാൾ പാശ്ചാത്യ ശക്തികളുടെ കയ്യിലെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായിരുന്നു.